ഞാന് വീഡിയോ എടുക്കാൻ വേണ്ടിട്ടോ അനിയനെ പോയി വിളിക്കാലെന്നൊക്കെ പറഞ്ഞു പോയത്. നോക്കുമ്പോ അവൻ അവിടെ തിരുമ്പാണ്ട് കിടക്കുക കേട്ടോ. അവനിന്ന് ക്ലാസ് ഇല്ല, അവന് കോളേജിൽ എന്തോ സ്ട്രൈക്കൊക്കെ ആയിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വിട്ടു. ഇന്ന് രാവിലെ ഉപ്പേരി വെക്കല്ലെന്ന് ഞാൻ രാവിലെ കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇന്നലത്തെ കറിയൊക്കെ ഉണ്ടായിരുന്നു, മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് വേലിച്ചീര അരിയാലെന്നൊക്കെ വിചാരിച്ചിട്ടേ എന്തായാലും ഉണ്ടായി വന്നിട്ടുണ്ട്. കുറെ ദിവസമായിട്ടോ ഇത് കൂട്ടാൻ വെച്ചിട്ട്. ഇതരിയ കുറച്ച് മൂത്ത ഇലയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ നല്ല ഇല കേട്ടത് കണ്ട് പൊട്ടി. എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരുടെയും? സുഖമായിരിക്കണം എല്ലാരും. ഞാന് മെല്ലെ ഇട്ടോ സംസാരിക്കണേ, ഇങ്ങനെ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. കുട്ടി ഉറങ്ങുകയാണ്, അപ്പൊ ഞാന് ആ സമയം കൊണ്ട് വീഡിയോ എടുക്കാനാന്നൊക്കെ വിചാരിച്ചിട്ടേ. നല്ല തൂമ്പൊക്കെ ഉണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല തൂമ്പുകൾ വന്നിട്ടുണ്ട്. കുറെ ദിവസമായിട്ടോ അത് കറി വെച്ചിട്ട്. അതുകൊണ്ടൊക്കെ അത്യാവശ്യം മുളച്ചു കൊണ്ടിട്ടുണ്ട്. തണ്ട് മൂക്കാത്തതിന്റെ അവിടുന്നേ എടുത്ത ആ തണ്ടും കൂടി കൂട്ടി ഉപ്പേരി വെക്കാട്ടത്. അങ്ങനെ ഒരു ഉപകാരമുണ്ട്. രാവിലെ വയ്യാണ്ട് കിടക്കന്നെയായിരുന്നു കേട്ടോ. എനിക്കൊരു തൊണ്ടവേദനയും ജലദോഷവും 2 ദിവസമായി തുടങ്ങിയിട്ട് കേട്ടോ. കുട്ടിയുടെ ഇക്കും വന്നു. കുട്ടിക്കാണെങ്കിൽ ഒന്ന് സുഖമായി വരുന്നുള്ളൂ. ഇത് പിന്നെ ഒരു ശകരം ഉണ്ടെങ്കിൽ എന്താണെന്നറിയോ, വേറൊന്നും വേണ്ട, കറി ഇത്തിരി കഞ്ഞിവെള്ളവും ഒഴിച്ചിട്ടേ ഒരു ഉപ്പ് ഇട്ടിട്ടാണ്ട് ഒരു കഞ്ഞി കുടിച്ചാണ്ടല്ലോ, ഇതും കൂട്ടിയിട്ട്. അനിയനെ പോയി വിളിച്ചുട്ടോ. അവൻ നോക്കുമ്പോ അവന് നല്ല ക്ഷീണം, ഉറങ്ങുന്നുണ്ട്. എന്ന് ഈ യാത്ര ചെയ്തിട്ടേ എനിക്കറിയാട്ടോ ഈ യാത്രയുടെ ക്ഷീണം എന്താന്നുള്ളത്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ കുഴി പെട്ടാകും. വേസ്റ്റ് വെള്ളം പോണ കുഴിയാണിത്. അവന് മലമ്പുഴയിലെ പഠിക്കണം. അപ്പൊ അവന് വൈകുന്നേരം വരുമ്പോഴത്തേന് ആകെ ക്ഷീണിച്ചിട്ടാ വരിക പാവം. ഇന്നിപ്പോ ഒന്ന് ഒഴിവ് കിട്ടിയപ്പോ ഉറങ്ങാണ് ആള്. ഇത്തിരി നേരമൊക്കെ പുറത്തുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഉണ്ടെങ്കിൽ അവനെ വിളിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാ പോയത്. കുട്ടി ഉറങ്ങുകയല്ലേ, അപ്പൊ എന്നാ വീഡിയോ എടുക്കുകയും ചെയ്യാ വിചാരിച്ചു കേട്ടോ. ഞാൻ അതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഉണ്ട്. എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് പോകാൻ പേടിയാണ്. അവിടെ കറണ്ട് കമ്പിയിലാണ് കേട്ടോ മുട്ടിയിട്ട് നിക്കണത്. അതൊരു പേടി. ഇത് പിന്നെ പറിച്ചാലോ പറഞ്ഞിട്ട് ഞാനവിടെ വെച്ചിട്ടോ. ആദ്യം പോകുമ്പോ പറിച്ചില്ല. എല്ലാരും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതിലൊരു വെള്ള പായല് പോലത്തെ വരാനുണ്ട് കേട്ടോ. അത് വന്നാലാണ് പ്രശ്നം. കുറച്ചെടുത്ത് ഉപ്പേരി വെക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പനി പിടിച്ചിട്ട് തൊണ്ടവേദനയൊക്കെ പിടിച്ചിട്ട് യാതൊരു പാടായിരിക്കുന്നു കേട്ടോ. തീരെ വയ്യ. ഇനി ആ കനാൽ സൈഡിലും കൂടി ഉണ്ട്, കുറച്ചും കൂടി പോയി പറിക്കണം. ഇതൊക്കെ ഇപ്പൊ നല്ല ഉണ്ടായിട്ടുണ്ട് ഇവിടെ. മഴ പെയ്തിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ നുള്ളി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, ഇതിങ്ങനെ മുരടിച്ച് നിൽക്കും.
ഇത് ഞങ്ങളുടെ ഇവിടെ അട്ടപ്പാടിച്ചീര, വേലിച്ചീര എന്നൊക്കെ പറയൂട്ടോ. ഇവിടെ നിങ്ങളുടെയൊക്കെ എന്താ പറയാന്ന് പറയണം കേട്ടോ. നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തോരൻ വെക്കണത്. ഞാൻ പ്രസവിച്ചിടക്കുമ്പോഴൊക്കെ ഇതന്നെ ആയിരിക്കും കേട്ടോ. അതുപോലെ മുരിങ്ങടല വെച്ചത് ഒക്കെ തന്നെ ആയിരിക്കും കറി. സമയത്തൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഫീഡിങ്ങിനൊക്കെ നല്ല ഇതൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൂടുതൽ അങ്ങനത്തെ പോഷകാഹാരങ്ങൾ നല്ല കഴിക്കുക. അങ്ങനെ ഇലവർഗ്ഗങ്ങളൊക്കെ അല്ലേ കൂടുതൽ കഴിക്കുക. ഉള്ളി എടുക്കണത് ഒരു ടാസ്ക് കേട്ടോ. അതേപോലെ ഒന്ന് കഴുകി അങ്ങോട്ട് പോയോ കാറില്. മൂത്ത ഇല ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. തൂമ്പ ഇല എടുക്കണ തന്നെയായിരിക്കും എപ്പോഴും ബെറ്റർ. കൂട്ടുകാരെ എല്ലാരും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരെല്ലാരും കേട്ടോ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാരും നമ്മുടെ കൂടെ ഉണ്ടാവണം കേട്ടോ, സപ്പോർട്ടിങ് ആയിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോസ് ഒക്കെ ഇടാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങളാണ് നമ്മുടെ പ്രചോദനം, അല്ലെങ്കിൽ നിങ്ങളാണ് നമ്മുടെ ധൈര്യം. നാരങ്ങയൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് നാരങ്ങ മൂത്തുക്കണോന്ന് പോയി നോക്കാം. ഇവിടത്തൊക്കെ കഴിഞ്ഞു. നാരങ്ങയൊക്കെ കേട്ടോ തോന ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് 2-3 ട്രിപ്പ് ഇതാ ഒക്കെ ഉണ്ടായി. ഒക്കെ ഞങ്ങൾ അച്ചാറിടുകയൊക്കെ ചെയ്തു കേട്ടോ. ഇനിയിപ്പോ അടുത്തത് മൂത്തിട്ട് വേണം. കുറച്ചൊക്കെ വീണായിരുന്നു കേട്ടോ. വീണതൊക്കെ അമ്മ പെറുക്കി. ഇതാണ് നമ്മുടെ നാരങ്ങ മരം. സംഭവം എന്തെങ്കിലുമൊക്കെ അത്യാവശ്യത്തിന് നമുക്ക് എടുക്കാനേ, വല്ല ചിക്കനോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കലക്കി കുടിക്കാനോ എന്തിനെങ്കിലുമൊക്കെ അപ്പൊ നമുക്ക് നല്ലതാണ്. ഇവിടെ ഇങ്ങനെ ഈ എന്താ പറയാ കാവത്തിന്റെ ഇതായിട്ടേ അങ്ങനെ പന്തല് പോലെ ആയിരിക്കും കേട്ടോ. നല്ല ഭംഗി കാണാന്. കണ്ടോ, പക്ഷെ എന്തെങ്കിലും വല്ല ഇഴജന്തുക്കള് കിടക്കുന്നുണ്ടെങ്കിൽ കാണില്ലാന്നേ ഉള്ളൂ. നല്ല ഭംഗിയില്ലേ കാണാന്. നമ്മുടെ വീട് മറ്റേത് തറവാടാണ് കേട്ടോ. ഞാന് നാരങ്ങ നോക്കാൻ പോയപ്പോഴേ ഇതിവിടെ വെച്ചു. ഇപ്പൊ എന്തായാലും ഇത് എടുത്തിട്ട് കഴുകട്ടെ. ഇനി വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ട് അരിയണം. കുട്ടി ഉറങ്ങാന്ന് വിചാരിച്ച് ഞാന് വാതിലൊക്കെ പൂട്ടിയിട്ടോ. ഫ്രണ്ട് വാതിൽ പൂട്ടിയിട്ട് അടുക്കള വാതിൽ തുറന്നിട്ട് അതിനെ അപ്പുറത്ത് കൂടെ ഇറങ്ങിയത്. മഴ ഇങ്ങനെ പെയ്തത് പണിയാവും. കഴുകി എടുക്കട്ടെ കേട്ടോ. കാപ്പി വെച്ച് കുടിച്ച് ഞാൻ മാറാലയിലാണ്. കുറച്ചൊന്നും ഉള്ളികൾ ഞങ്ങൾ രണ്ടാളല്ലോ. വൈകുന്നേരത്തിനാണ് പിന്നെ അധികം കഴിക്കൂല. പൂവൊക്കെ ഉണ്ട്. ഇതിന്റെ പൂവൊക്കെ വന്നിരിക്കുന്നത്. ഇതിന് കായ ഇലയില ഉണ്ടാവുക. ഇലയുടെ തണ്ടിലിട്ടോ. കുട്ടി ഉറങ്ങുമ്പോഴാട്ടോ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ
അവള് എണീച്ചിട്ടുണ്ടെങ്കിൽ അവള് നമ്മളങ്ങനെ ഡ്രസ്സ് തൂങ്ങിക്കൊണ്ടുണ്ടാവും. അതൊന്ന് അരിഞ്ഞെടുക്കണം. കുഞ്ഞാറ്റ കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പത്തിന് ഞാൻ വൈകുന്നേരം ഒന്നും വെച്ചില്ല കേട്ടോ. പിന്നെ വൈകുന്നേരം ഏട്ടൻ വന്ന് ചായയൊക്കെ കുടിച്ചാൽ ഏട്ടനൊക്കെ പോയിട്ടോ. അപ്പൊ പിന്നെ ചെറിയ ഉള്ളിയൊക്കെ കുറവായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ച് ചെറിയ ഉള്ളി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അതൊക്കെ കൊണ്ടുവന്ന് നന്നാക്കി വെച്ചപ്പോഴത്തേന് സമയം 8 മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. പിന്നെ താഴത്തെ മേമയൊക്കെ വന്നത് ആ TV ആണ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഉള്ളിമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഹൈപ്പ് ചെയ്യാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇപ്പൊ പുതിയൊരു ഓപ്ഷനാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് എന്നൊക്കെ പറയുന്നത് കുഞ്ഞു വീഡിയോസ് ആണ്. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ വീട് എന്ന സ്വപ്നവുമായിട്ട് ഇറങ്ങി തിരിച്ചതാട്ടോ. എവിടെ എത്തും എന്താവും ഒന്നും അറിയില്ല. എല്ലാവരും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ കേറി കിടക്കാൻ സ്വന്തമായിട്ട് ഒരു പോരെ അല്ലെങ്കിൽ ഒരു ഇടം നമുക്ക് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നതാണല്ലോ. ഞങ്ങളും അതേപോലെ കേട്ടോ. ചെറുതാവുമ്പോ കേറി കിടക്കാൻ ഒരിടല്ലാണ്ട് അല്ലെങ്കിൽ മഴയായാലും വെയിലായാലും കാറ്റായാലും ഞങ്ങൾക്ക് ആ ഒരു സമയമൊക്കെ ഞങ്ങൾക്ക് ഭയാട്ടോ. കാരണം നമുക്ക് അന്തി ഉറങ്ങാൻ ഒരു കൂരല്ലാത്തൊരു വിഷമം അത്രയ്ക്കായിരുന്നു കേട്ടോ. ഇപ്പൊ എനിക്കൊരു 10, 29, 30 വയസ്സൊക്കെ ആയ സമയത്ത് ഞങ്ങൾക്ക് വീടും സ്ഥലമൊക്കെ സ്വന്തമായിട്ട് ആയത് അമ്മയ്ക്ക് കിട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ വീട് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ കയറ്റിയൊരു കുഞ്ഞു വീടാണ് കേട്ടോ അത്. അപ്പൊ ഇതന്നെ നമുക്ക് സ്വർഗാണ്. അതുപോലെ കൊട്ടാരാണ് കേട്ടോ. അപ്പൊ അതുപോലെ ഒരു കുഞ്ഞൊരു വീട് നമുക്ക് കുഞ്ഞാറ്റയൊക്കെ വലുതായി വരികയല്ലേ. അവർക്ക് കയറി കിടക്കാൻ നമുക്കും തന്നെ പ്രായം ഏറി വരികയല്ലേ. നമുക്ക് പ്രായം കുറഞ്ഞു വരികയല്ലോ. എല്ലാവരുടെ അവസ്ഥ അങ്ങനെയാണല്ലോ. നമ്മൾ മക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോ നമുക്ക് വേവലാതി കൂടുമല്ലോ. അപ്പോ അങ്ങനെയൊക്കെ ഓരോരോ സ്വപ്നങ്ങൾ പറയാ എല്ലാം സഫലീകരിച്ചിട്ട് നമുക്ക് എന്തായാലും എന്താണ് ഒരു ഇതുണ്ടാവില്ല, മടക്കുണ്ടാവില്ല. അപ്പോ ഈ നമ്മുടെ സ്വപ്നങ്ങൾ ഒരിക്കലും അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും തീരുന്നില്ല എന്നാണ് കേട്ടോ പറയാറ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്നൊക്കെ പറയണത്. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ ഞാനിതാ ചീരപ്പീരൊക്കെ അടുപ്പത്താക്കിട്ടോ. ഇനിയിപ്പൊ അതൊന്ന് വെന്ത് വരണം. അപ്പഴത്തിന് ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് വെന്തിറക്കട്ടെ കേട്ടോ. അപ്പഴത്തിന് തന്നെ കുഞ്ഞാറ്റ ബഹളം വെക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കം വന്നിട്ട് എന്താന്ന് അറിയില്ല. അതിനിടയ്ക്ക് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് വരിക പോവുക കേട്ടോ. അതിന്റെ ഒരു ബുദ്ധിമുട്ടും. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് അവക്ക് അറിയാം ഞാനും വരട്ടെ അമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ് വായോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡ്രസ്സ് തൂങ്ങാണ്. അപ്പൊ ഞാൻ ഈ കറണ്ട് പോവും വരും കൂടി ചെയ്തോണ്ട് കുറച്ച് സമയമായിട്ടോ. അപ്പൊ എന്നാ കറണ്ട് വരട്ടെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.